നമ്മളെ മുത്തുമണിയാക്കണ രാവിലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കാനുള്ള ലുക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു യാത്ര ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാണ് രാവിലെ തന്നെ. അപ്പോൾ അതാക്കണേ ഏതാ മുതൽ നമ്മളെ വണ്ടി ഒരു മുതലാണല്ലേ. ഇന്ന് കഴുകി വൃത്തിയാക്കി കാണാൻ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. അപ്പൊ നമുക്കണ്ട് പോയാലോ? പിള്ളേരും ഉണ്ട് ഇന്ന്. അപ്പൊ ഇന്ന് ഞങ്ങള് ചെറിയൊരു യാത്രയാണ് കേട്ടോ. യാത്ര പറഞ്ഞാ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് അധികം പോക്കില്ല അല്ലേ. ഞങ്ങള് ചെമ്പേരിയിലേക്കാണ് പോകുന്നത്. ചെമ്പേരി അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം നമ്മള് യാത്ര പോവാണ്. എല്ലാരും പാടെ പോണത്. നമ്മളെല്ലാരും ഇങ്ങനെ ഒന്നിച്ചു പോയിട്ട് കൊറേ ആയില്ലേ. അപ്പൊ എല്ലാവർക്കും പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ചെമ്പേരിയിലോട്ട് വിടാണ് കേട്ടോ. ചെമ്പേരിയിലേക്ക് ഉള്ള യാത്രയിലാണ്. പോണ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ പോകാം. അതെ കിച്ചു ലച്ചു, നിങ്ങക്ക് സ്കൂളിൽ പോകണാണോ ഇഷ്ടം അതോ ഞങ്ങളുടെ കൂടെ യാത്ര വരുന്നതാണോ ഇഷ്ടം? അപ്പൊ രണ്ടെണ്ണേ കണ്ടുള്ളൂ. പിന്നെ എന്തേരം പോയതാ? ഇത് കണ്ടതിൽ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാ? അതെന്താ അവിടെ ഇഷ്ടപ്പെട്ടെ? ഞാൻ വറക്കുന്ന കണ്ടിട്ടാ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെ അല്ലേ? പിന്നെ എവിടെയാ പറ്റിയ കൊറേ പോയിനല്ലോ നമ്മള്. മീനിനെ എവിടെ? പൊരി മുന്നേ ഫസ്റ്റ് പോയി. അമ്പലത്തിന്റെ പേര് മറന്നു. അത് ധർമ്മസ്ഥലാണോ? ധർമ്മസ്ഥലക്ക് അടുത്താണ്. അവിടെ എവിടെയാണ്? അതിന്റെ പേരാണിതായിരുന്നു. പേരൊക്കെ മറന്നു. പേര് മറന്നില്ല. കൊറേ ആയി നമ്മള് പോയിട്ട്. അവിടെ ഇങ്ങനെ മീന് പൊരി കൊടുക്കുമ്പോ കൂട്ടത്തോടെ വരും. എത്ര മീനുകളാ വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങക്ക് യാത്രയാണ് ഇപ്പൊ ഇഷ്ടം. ഇന്നിപ്പോ കാസർഗോഡ് ജില്ലക്ക് അവധിയാണ് കേട്ടോ. മഴ കാരണം സ്കൂളിന് അവധിയാണ്. യാത്ര പോകേണ്ട ദിവസങ്ങളിലൊക്കെ സ്കൂൾ അവധിയാണ്. മിക്ക ദിവസവും അങ്ങനെയാണല്ലേ. അപ്പൊ ഞങ്ങള് ഒന്നും നോക്കില്ല, രാവിലെ തന്നെ പിന്നെ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ച അതേപോലെ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന ടൈമില് അന്നും എന്തോ അവധി ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയായിരുന്നു. അന്നും മഴയുടെ അവധി തന്നെ അല്ലായിരുന്നു. മഴയുടെ അവധിയാണ് കൂടുതലുള്ളത്. ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഇതേപോലെ മഴ പെയ്താലൊന്നും അവധി ഇല്ലായിരുന്നു. അന്ന് അടുത്തുള്ളവര് പോകേണ്ടവര് പോകാ, പറ്റുന്നവര് പോകാ. അങ്ങനെ തോണിയും കിടന്ന് ഇങ്ങനെ എന്താ പറയാ റിസ്ക് പിടിച്ച് പോണം അങ്ങോട്ട്. ഇവർക്ക് പിന്നെ ഇപ്പൊ മഴക്കാറൊന്നും മൂടിക്കഴിഞ്ഞാൽ നിങ്ങക്ക് സുഖമാണ്. യെല്ലോ അലർട്ട് ആയാലും പിന്നെ അന്ന് സ്കൂളില്ല. അനി നമ്മളെ മാർക്ക് പുഴേന്റെ അടുത്തല്ലല്ലോ ഇവര് ഇവിടെ ഇപ്പൊ നിക്കണത്. നമ്മളെ നാട്ടിലത്തെ മാർക്ക് അതാണേ. ഇവിടെ പിന്നെ വണ്ടി അങ്ങോട്ട് പോകാനും വരാനും ഒക്കെ സൗകര്യമുണ്ട്. മറ്റേത് അങ്ങനെയല്ലല്ലോ. ഇടവണ്ണക്കൂടിയും പോകാൻ വയ്ക്കൂല, ഓടയൊക്കെ കൂടെ പോകാം, ചൈലിയും വയ്ക്കൂല. ദീപാണേ. അവര് തന്നെയല്ലേ ഒരു അടങ്ങേറ്. പാലം വന്നോണ്ട് സുഖമായിരുന്നു. ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം ഒറ്റപ്പെട്ട പോലെയായിരുന്നു. അക്കരെ കടക്കണമെങ്കിൽ തോണി വേണം. തോണിയാണെങ്കിൽ ആ വലിയ വെള്ളത്തിൽ വിടുകയില്ല. പിന്നെ അതിന്റെ അടുത്ത് തൂക്കുവാലും വന്നപ്പോ കുറച്ചേലും സമാധാനം ഉണ്ടായിരുന്നു. അതും ആ പെരുവെള്ളത്തില് ഒലിച്ചാണ് പോയി. ഒലിച്ചു പോയി. അമ്മാരി ഇപ്പൊ പുതിയ തൂക്കുപാലപ്പോ വരുന്ന പറയുന്നത്. അതിന്റെ വർക്ക് നടക്കണ്ടോന്നു അല്ലേ. ഇന്നാള് കണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാഞ്ഞേ. അതെ, ഇവിടെ അല്ല നല്ലത്. ഇവിടെ റോഡൊക്കെ ഉണ്ടാവും. റോഡുണ്ട്, പോണ സ്ഥലത്ത് പോവാണെങ്കിൽ പോവാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. നമ്മളിപ്പോ പോന്നിപ്പോ 7-ാം മൈല് എത്തിയിട്ടുണ്ട്. 7-ാം മൈല് ടൗണിക്കാണ് എത്തണതാ. നമ്മളിവിടുന്ന് എങ്ങനെ നേരെ ഇതിലെ കേറുന്നുണ്ടോ അതോ നേരെ കൊടയഞ്ചാല്? വണ്ടിയുടെ വൈപ്പറിന്റെ ഈ സാധനം പോയി. ഏതാ? ഒരു സ്പ്രിങ് ഉണ്ട്. പോയോ? അത് ഇവിടുന്ന് ഇട്ട് വരുമോന്ന് ചോദിച്ചോട്ടെ. അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വരുമോന്ന് അറിയാലോ. മാറ്റണമെങ്കിൽ മാറ്റണം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. വണ്ടി കഴുകിയപ്പോ അങ്ങനെ വലിച്ചതാ. ഇന്നോ വെറുതെ തെറിച്ചാണ് പോണാണ്ട്. ഞാൻ വിചാരിച്ചു എന്തത് ഇതിനകത്ത് ഇനി തെറിച്ചു പോണ. പിന്നെ സാധനം വെച്ചപ്പോണ്ട് നിക്കുന്നില്ല അങ്ങനെ. അല്ലെ പിന്നെ മറ്റേ മാഗ്നറ്റ് കൊടുത്ത് ലച്ചുവിനോട് പറഞ്ഞ് ഒന്ന് തിരയാന്.
അതിലൊട്ടിയോ? ഇല്ല. ഞാൻ കണ്ടതാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അല്ലേ? അങ്ങനെയൊക്കെയാണ്. തട്ടുമ്മലെത്തി. നമുക്കിവിടെ ടൗൺ അടുത്തടുത്ത ടൗണുകൾ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ടൗണുകളാണ്, പക്ഷെ അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്, അധികം ദൂരമില്ലാതെ. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് കാണാം അല്ലേ? വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കട്ടെ. ആ, ഇവിടെയാണ് കയറണേ. ആ, അവര് തുറന്നില്ലേ? തുറന്നില്ലേ? തുറന്നുണ്ട്. അപ്പൊ എന്നാ ഒന്ന് നോക്കിട്ട് പോവാം. അപ്പൊ അത് നന്നാക്കി തന്നുല്ലേ? ആ ചേട്ടാ എന്ത് കാണിച്ചാണ് അങ്ങനെ വലിച്ചതാണ്. പോയി എന്താന്ന് ഞാൻ കണ്ടില്ല. പിന്നെ ആ സാധനം വെച്ചപ്പോഴാ മനസ്സിലായത് അതിന്റെ സുനാങ്കിയ. ഓണ്ട് ഇക്കിയിലെത്തി. ദോശ തിന്നാൻ പോയതാ? വിടുവേ എവിടെ വന്നേ? ഇപ്പൊ ഏതായാലും കുറച്ച് തെളിഞ്ഞു, മഴയെല്ലാം പോയി ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ കുറച്ചാണ്ട് എത്തുമ്പോ എന്താകും അവസ്ഥ ഒന്നും അറിയില്ല. ഏതായാലും പോയോക്കുക. എങ്ങനെയുണ്ട് നമ്മളെ കാസർഗോഡ് ജില്ല? കാസർഗോഡിന് എന്താ കുഴപ്പം? അടിപൊളി. ഇവിടെ നടന്ന് നോക്കിയാണ്ടൊക്കെ വ്യൂ ആണ് കാണുന്നത്. ഫുള്ള് നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ. ആ മലേന്റെ ഒരു താഴ്വാരാണ് ഇപ്പൊ ഈ കാണുന്നത്. ഒടഞ്ചാല ടൗൺ കഴിഞ്ഞ് ഇങ്ങനെ കേറി പോരുന്നാണ് നമ്മള്. കൃഷിയൊക്കെ കണ്ടില്ല? നല്ല കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, പിന്നെ കുറച്ച് റബ്ബറും കാര്യങ്ങളും എല്ലാ വക കൃഷികളും ഉണ്ട്. കൂടുതലായ റബ്ബറും തെങ്ങും കവുങ്ങും കേട്ടോ അല്ലേ? മലയോരങ്ങളിലോട്ട് എത്തിപ്പെടും തോറും റബ്ബർ കൂടുതലാണ്. ഇവിടെയൊക്കെ കുറെ കവുങ്ങും തെങ്ങുവാ. നമ്മൾ ഇനി ഇങ്ങനെ കൃഷി സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ വരൂലേ? ടൗണൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയാ, കാർഷിക മേഖല വീടുകളായി. ഇപ്പൊ കൊറേ വീടുകളായി ഇവിടെ എല്ലാം. കുറച്ച് വീടുകളൊക്കെ ആയി തുടങ്ങി. പിന്നെ ഇനിയാണ്ട് പോകും തോറും എന്താ പറയാ, ഏക്കർ കണക്കിനാവും സ്ഥലങ്ങള്. പിന്നെ കൃഷികൾ കൂടുതലായി. പിന്നെ 5 ഏക്കർ 10 ഏക്കർ അതിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളായിട്ട് മാറും. ഇതിപ്പോ നമ്മളീ പോണ റോഡ് ഉണ്ടല്ലേ? റോഡ് അടിപൊളി റോഡാണ്. നമ്മൾ ഒടയഞ്ചാൽ കൂടെ വരുമ്പോഴുള്ള റോഡാട്ടോ. നേരെ നമ്മള് ചിറ്റാരിക്കൽ ചെറുപുഴ ചെന്നാണ് ആ വഴിക്കാണ് പോണത്. ചെറുപുഴ, കൊന്നക്കാട്, മാലവും എന്നൊക്കെ പറഞ്ഞ് പിന്നെ നീലേശ്വരം പോകാം. പിന്നെ ഈ ഇങ്ങനത്തുള്ള ഏരിയകളിലെ ഇതെന്താ വെച്ചാല് കുറച്ച് വളവും തിരിവൊക്കെ ഉള്ള റോഡുകളായിരിക്കും. മലയോര ഹൈവേ. ഇത് മലയോര ഹൈവേ ആണ്. നമുക്ക് ചെറുപുഴ, കണ്ണൂര്, ഇരിട്ടി, മട്ടന്നൂർ എല്ലായിടത്തും പോകാം അല്ലേ? അങ്ങനെയാണ് ഈ റോഡ്. നമ്മള് ചിലപ്പോ ചില ദിവസം ഈ എളുപ്പപ്പണിക്ക് നമ്മള് പെട്ടെന്ന് എത്താൻ മുക്കുഴി വഴി കേറി പോരലുണ്ട് ഇടത്തോടെ എത്താൻ വേണ്ടിട്ട്. ആ റോഡ് മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഇതാണ് അല്ലേ? കുണ്ടും കുഴിക്കായിട്ട് ഇടക്കും തലക്കും. കമ്പിക്കാനം തറവാട് കൂടെയാണ്. ഇനിയിപ്പോ നമ്മള് അടുത്ത നല്ലൊരു പെരും വളവിക്കാണ് എത്തണത്. ഈ ഒരു മല കഴിഞ്ഞ് അടുത്ത മലയിലോട്ട് കേറാണ് നമ്മള്. ഒരു മല കഴിഞ്ഞ് അടുത്ത മലയുടെ ആൾക്കാരൊക്കെ ബസ് കാത്തുക്കുണ്ട്. പ്രിയദർശിനിക്ക് കാത്തുക്കാവും ചേച്ചിമാരൊക്കെ അല്ലേ? പ്രിയദർശിനി ഉണ്ടാവും. നിലം തൊട്ടാണ് ബസ്. എന്താ പറയാ, നിലത്ത് മുട്ടിട്ടാ പോണ. ഇപ്പൊ ഫുള്ള് ആളല്ലേ? ലേഡീസ് തന്നെ കണ്ടമാനുണ്ട്. കർണാടകയില് പിന്നെ വേറെ കാര്യമുണ്ട്. അവിടെ ആധാർ കാർഡൊക്കെ കാണിച്ചു കൊടുത്താലേ കർണാടകക്കാർക്ക് മാത്രമേ പിന്നെ അവിടെ കയറാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവർക്കും പോവാം. ഇവിടെ പെണ്ണുങ്ങളായ എല്ലാവർക്കും കയറി പോവാം. അത് പുറത്തുനിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വിദേശികളാണേലും പിള്ളേരാണേലും എല്ലാവർക്കും പോകാം. കണ്ടില്ല എന്താ മൊത്ത സ്ഥലങ്ങളല്ലേ? കിടിലം വ്യൂ ഉള്ള സ്ഥലങ്ങളാണ്. നല്ല നല്ല സ്ഥലങ്ങളാണ്. ഞാൻ ഇപ്പാണ് പറഞ്ഞിട്ടുള്ളു. അപ്പൊ ഇതിനിതാ വന്നിട്ടോ. ഇപ്പത്തേനെത്തി. കാഞ്ഞങ്ങാട് പോണ പ്രിയദർശിനി അങ്ങനെ പോണം. അത് വലിയ തിരക്ക് കുറവുണ്ടല്ലോ. അതിന് എപ്പോഴും തിരക്കില്ലേ? ശനി ഞായറൊക്കെ ആവും ചിലപ്പോ കൂടുതലും തിരക്കുണ്ടാകുക. അപ്പോഴൊക്കെ എല്ലാരും ഇങ്ങനെ ഒഴിഞ്ഞിക്കുക. ഇവിടെ നമ്മളെ സ്ഥലത്തത് കച്ചവടമായി പറഞ്ഞു. ആയിക്കാൻ തട്ടോ 21 ലക്ഷത്തിന്റെ 21 ലക്ഷം അല്ലേ? 30 സെന്റ് സ്ഥലം വീടും 21 ലക്ഷം രൂപയ്ക്ക്. നമ്മളടുത്ത് ചെറിയ വിലക്കുള്ള 2-3 പ്ലോട്ടുകൾ ഉണ്ട്. കുറെ സ്ഥലങ്ങളുണ്ട്. 98 സെന്റ് സ്ഥലം 16 ലക്ഷം രൂപ. അതിലൊരു വീടുണ്ട്, 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടുണ്ട്. പിന്നെ ഒരു 2 ഏക്കർ ഉണ്ട് 10 ലക്ഷത്തിന്. പിന്നെ വേറെ കാര്യം, ഈ വിളിക്കുന്ന കുറെ ബ്രോക്കർമാര് വിളിക്കുന്നോണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. കാരണം വെച്ചാല് ഇത് എന്താ പറയാ, എല്ലാവർക്കും അറിയണ തന്നെയല്ല അല്ലെ? ബ്രോക്കർമാരാകുമ്പം കിരി പിന്നെ നമ്മൾ ഇങ്ങനെ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിട്ട് വെറുതെ പോകും. ഇവർക്ക് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് വേണം വരെ കൊണ്ടുപോയി സ്ഥലം കാണിക്കാൻ. എന്നിട്ട് ഇവര് നോക്കിട്ട് ഒറ്റ പോക്കാം. വരാട്ടോ പറയും.
പിന്നെ കൊറേ കഴിയുമ്പോഴാണ് അറിയുന്നത്. പിന്നെ നമ്മൾ വിളിക്കുമ്പോ പറയാ അത് പാർട്ടിനോട് ഞാൻ പറഞ്ഞ് അപ്പൊ അവർക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മളെ മാട്ടുന്ന ആൾക്കാരുണ്ട്. ഇത് പിന്നെ കുറച്ച് വളവുള്ള സ്ഥലമാണ്. വിറക് കൊണ്ടുപോണ്ടല്ലോ, നല്ല വിറക്. വെള്ളക്കാരന്റെ ഉള്ളിലായത് നമ്മള് ഈ ടിബറ്റൻ കൊള്ളിന്ന് മേടിച്ച അങ്ങനത്തെ ഫ്ലാഗ്. അപ്പം മുന്നിലൊരു ഏച്ചറ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് വണ്ടിയാണ് നീങ്ങാത്തത്. വളവും അല്ലേ, കേറി പോകാനും പറ്റൂല. അത് മറ്റേ ഇതാണ്, ഇന്റർലോക്ക് ആണത്. ഇന്റർലോക്ക് ഇവിടെ കണ്ടില്ലേ ഈ റോഡ് സൈഡിനൊക്കെ പാറേന്റെ ഒക്കെ ഗ്യാപ്പ് കൂടെ ഒക്കെ ഉറവുണ്ട്. അതാണ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ വെള്ളം കണ്ടു നേരത്തെ. ഇപ്പൊ നമ്മള് പോണ വഴിക്കൊക്കെ ഇങ്ങനെ കാണാം, കണ്ടില്ലേ ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഉറവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴല്ലേ ആ വെള്ളച്ചാട്ടുള്ള എവിടെയായിരുന്നു? അത് മഴക്കാലത്ത് മാത്രല്ലേ ആകുള്ളൂ. ആ മഴക്കാലത്തേ ഉള്ളൂ, അല്ലാതല്ല. അങ്ങനെ നമ്മൾ നായിക്കായം തട്ടിലെത്തിയിരിക്കുന്നു. നായിക്കായം തട്ട് ഇതേന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇവിടെ നമ്മൾ ഒരിക്കൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളം പോണുണ്ടോ റോട്ടുമ്പോ കൂടെ എന്തേരെ. അങ്ങോട്ടൊക്കെ ലോറി തടി കൊണ്ടുവരുന്നേ. ലോഡ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, കണ്ടമാനുണ്ട്. അത് പതുക്കെ കയറ്റം വലിയുള്ളൂ. ലോഡ് എത്ര ഉണ്ട്? പെരുങ്കാനല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇടത്തോട് എത്തിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. മുക്കുഴി വഴി വരികയാണെങ്കിൽ ഈ റോഡിനാണ് നമ്മൾ വരിക. ഇവിടുന്ന് ഇങ്ങനെ എണ്ണപ്പാറ 7 മൈല് മുക്കുഴി വഴി വരുമ്പോ അതിലേ വരിക നേരെ. ഇനിയിപ്പോ നമ്മൾ അടുത്ത പരപ്പയിലോട്ടാണ് ചെന്നെത്താട്ടോ. പോയൊക്കെ നമുക്ക് ഇങ്ങനെ പോകലേട്ടായേ. എന്താടാ തിരിച്ചു വരുമ്പോ പോകാം. അതെവിടെയാണ്? മരുതോം തൊട്ട്. ഓനിങ്ങനെ കൊറേ കഥകൾ പറയാണ്ട് കേട്ടോ, ഓരോ സ്ഥലത്തും പോണേൻ്റെതെല്ലാം. അങ്ങനെ നമ്മൾ ഇതാക്കണ ഇപ്പൊ അടുത്ത ടൗണിക്ക് എത്തിയതാണ്. വെള്ളരിക്കുണ്ട് ടൗണിക്ക് എത്തി നമ്മൾ കേട്ടോ. വെള്ളരിക്കുണ്ട് ടൗണാണ് ഇപ്പൊ ഈ കാണുന്നത്. ഫുള്ള് വണ്ടികളും ആൾക്കാരും ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ബസ്സാണ്ടേ. എവിടെ പോണതാണ്? ചെറുപുഴ, ചിറ്റാരിക്കൽ ചെറുപുഴ ഒക്കെ പോണ ബസ്സാണ്. എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ അവിടുന്ന് പോണ്ടേ? അതില് പോകാനാ നമുക്ക് എന്നും പോണ റൂട്ട് തന്നെ വിടാം. മറ്റേത് ഉള്ളേരിയയിൽ കൂടെ ഒക്കെ കുണ്ടും കുഴിയിലൊക്കെ ചാടി മറിഞ്ഞ് എപ്പെത്താനാ. അപ്പം വെള്ളരിക്കുണ്ട് ടൗൺ ഏകദേശം കഴിഞ്ഞു. കഴിയാനായിന്നല്ല, കഴിഞ്ഞു തന്നെ പറയാം. ടാക്സികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിക്കപ്പോ കിച്ചുനോ? പിന്നെന്താണ് ഇജ്ജ് പറഞ്ഞത് നേരത്തെ? പിക്കപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ജി? നോണ പറയരുത് നീ. പിന്നെ ഇജ്ജ് എന്തെടുക്കണം എന്നാ പറഞ്ഞത്? പിന്നെ കാറോ? ഏത് കാറ്? അതവൻ അറിയില്ല, അവൻ വെറുതെ പറഞ്ഞോ പിക്കപ്പ് എടുക്കണം എന്ന് പറഞ്ഞു. വലിയ വലിയ അമ്മയ്ക്കല്ലേ ആഗ്രഹങ്ങള്? മേടിക്കണം നമുക്ക്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് എത്തിയപ്പോ വെയിലിന്റെ ഇങ്ങനെ ഇത് വന്നൊക്കെ പോയില്ലേ? മഴക്കാലം. ഇനി അങ്ങോട്ട് മഴയായിരിക്കും തോന്നുന്നുണ്ട്. ഒരു മൂടലായി. ഇവർക്ക് ലീവ് കൊടുത്ത എന്തിനാണ്? മഴയുണ്ട്. ഇന്ന് മഴ പെയ്യണം. പ്രിയദർശിനി പോണ്ട് മുന്നിലല്ലേ? KSRTC ലൈറ്റ് LED നല്ല അടിപൊളി ലൈറ്റ്.
നമ്മളെ വണ്ടി പോലെ ഇനി ലൈറ്റുകൾ അങ്ങോട്ട് കൊറേ വെച്ചാൽ നമുക്ക് LED വെക്കരുത് എന്നൊക്കെ പറയല്. KSRTC തന്നെ അല്ല അങ്ങനെ ചോറുണ്ട് അതിന് പിടിക്കണ്ടപ്പോ വണ്ടി. എൻഡോർ കർണാടക വണ്ടിയാണല്ലോ. നല്ല ലുക്ക് ഉണ്ടല്ലോ അല്ലേ വണ്ടി? അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടി. കിച്ചോ ആ വണ്ടിയോ? നമുക്ക് വീട്ടില് കൊറേ വണ്ടി വാങ്ങണം അല്ലേ? കൊറേ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിരുന്നല്ലേ? കൊറേ നിന്റെ ഗ്യാരേജിൽ എത്ര വണ്ടികൾ വേണം? ഒന്ന് രണ്ടെണ്ണൊക്കെ മതിയോ? ഓരോ വണ്ടി ഇഷ്ടമുള്ളപ്പോ ഓരോ നിർത്തി പോയി. നമ്മളെ ഈ മുത്ത് കൊടുക്കണോ? ഇത് കൊടുത്തിട്ട് നമുക്ക് വേറെ വണ്ടി എടുത്താലോ? ഇവനിത് കൊടുക്കാൻ സമ്മതിക്കണില്ലല്ലോ. എന്ത് പറ്റി മകനെ അത്? ഇത് കൊടുക്കണ്ട അല്ലേ? പക്ഷെ ഇന്ന് വേറെ കാര്യമുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കൽ നടക്കാം നമുക്ക്. അവിടെ എത്തുമ്പോ പെരുമഴയ്ക്കും. ചെമ്പേരി അങ്ങോട്ട് ആ ഭാഗത്തേക്ക് മഴ കൂടുതലാണ്. അത് സാരല്ല. പക്ഷെ നമുക്കൊരു ടൈം കിട്ടുമായിരിക്കും. നമുക്കൊരു 5-10 മിനിറ്റ് കിട്ടിയത്. വീടല്ലേ, അതിന് പ്രശ്നമൊന്നുമില്ല. വീടാണോന്ന്? വീടുമുണ്ട്. അപ്പൊ അതിന്റെ മട്ടന്മാർക്ക് നമുക്ക് എടുക്കാം അല്ലേ? എന്ത് മഴയല്ലേ? മഴ ഇതാറിയുമ്പത്തേന് കുറയല്ലോ. വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ചോറ് എടുത്തില്ല നമ്മള്? ചോറുണ്ട് കഴിക്കാന്. ഈ വണ്ടിയെ കഴുകിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചെളി എന്നാലും തെറിക്കൂലേ? ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് അപ്പിടി ചെളിയാണ്. അപ്പിടി ചെളിയാ. പിന്നെ വേറെ വലിയ വണ്ടിയൊക്കെ മുന്നിൽ പോകണ്ടെങ്കിൽ അതിന്റെ എല്ലാം ചെളി ഈ ഗ്ലാസ്സിലോട്ട് പറന്ന് വന്ന് വീഴും. എങ്ങനെയുണ്ട് നമ്മളെ ഫോറസ്റ്റ് കൂടെയുള്ള യാത്ര? അടിപൊളിയാണ്. ഫുള്ള് പച്ചപ്പും. കുറച്ച് ഭാഗം ഫോറസ്റ്റ് അല്ലേ? മഴ പെയ്യുമ്പോ നല്ല സ്റ്റൈലാണ് ഇതിലേക്ക് വരാൻ കേട്ടോ. ഫുള്ള് പച്ചപ്പായില്ലേ? ഫുള്ള് പച്ചപ്പും ഫുള്ള് എന്താ പറയാ, മഴ വന്നിട്ട് എല്ലാതും എന്താ പറയാ ചെടികളും മൊത്തം എന്താ പറയാ എല്ലാം ആയി വളർന്നു വലുതായി സെറ്റപ്പായി അല്ലേ? അങ്ങനെ നമ്മളിപ്പോ അങ്ങനെ പ്ലാച്ചിക്കരയിൽ നിന്ന് നമ്മൾ ഭീമനടിയിലോട്ട് പോണ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ കാഴ്ചകളാണ് ഇരുവശത്തുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കാടാണ് ഗൈസ് കാണുന്നത്. കാട് ബസ്സൊക്കെ പോണ നോക്കി. ബസ്സൊക്കെ ഏതാ പോക്കില്ലേ? കിടിലൻ എന്താ പറയാ, ഇതിലെ നല്ല രസമാണ് ഈ റൂട്ടിന് ഇങ്ങനെ പോരാന്. ഫുള്ള് വളവാണ്, അതാണുള്ള കുഴപ്പം. വണ്ടി വരുന്നൊന്നും ചിലപ്പോ അറിയല. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാട് ഇങ്ങനെ ആയ കാരണേ വളവില് വേഗം വണ്ടി തന്നെ കാണൂല. അവിടെ പോണ് കാഞ്ഞങ്ങാടിന് ബസ് എന്തേരെ പോണത് കാഞ്ഞങ്ങാടിന്. എങ്ങനെയുണ്ട് മുത്തുമണി റോഡ്? സൂപ്പറാണ്. റോഡ് കൂടെ ഒക്കെ സഞ്ചരിച്ചവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, പഴയകാല ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ഈ ഒരു ഏരിയ കൂടെ ഒക്കെ വരെയും താമസമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ? കിച്ചുവിന് നെസ്റ്റാൾജിയ ഉണ്ട് അതിൽ വന്നിട്ട്? നെസ്റ്റാൾജിയ പഴയ ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ? നമുക്ക് പഴയ ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ പങ്കുവെക്കാനായിട്ട്? പങ്കുവെക്കൂ, അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്ക്, കേക്കട്ടെ അല്ലേ? 2 വാക്ക് സംസാരിക്കൂ. 2, 4, 5 വാക്കുകൾ സംസാരിക്കൂ കിച്ചുമോൻ. ഇനി ഇതിലേറെ അടിപൊളി വേറെ സ്ഥലമുണ്ട് നർക്കലക്കാട് കഴിഞ്ഞിട്ട്. പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. പോലീസ് ഉണ്ട്. എന്താ ചെക്കിങ്? എന്താ അറിയില്ല. ചെക്കിങ് അറിയാനൊന്നുമില്ല, അങ്ങനെ നിർത്തിക്കണൊന്നുമില്ലല്ലോ. പുഴയൊക്കെ കണ്ട നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ട്. ഭീമനടി പുഴ. നമ്മളെ വണ്ടി അങ്ങനെ നിർത്തിക്കലില്ല. കാണാ ഇതിന് പിന്നെ പേപ്പറെല്ലാം ക്ലിയർ അല്ലടാ. പിന്നെ നമ്മളെന്തിനു പേടിക്കണം അല്ലേ? ഇവിടെയൊക്കെ കൊറേ വീടുകളായിട്ടൊക്കെ നല്ല നല്ല വീടുകളായി ഇങ്ങോട്ടൊക്കെ. നല്ല അടിപൊളി സ്ഥലല്ലേ നമ്മളെ ഭീമനടി ടൗണിൽ നിന്ന് നടക്കാനുള്ള ദൂരം. ഏകദേശം ഒരു 200 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭീമനടി ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരും. പിന്നെ ഇതില് വരുമ്പോ എപ്പോഴായാലും ഇവിടെ അടുത്ത് പുഴ ഉള്ള കാരണം റോഡിന്റെ അപ്പുറം സൈഡ് പുഴയാണല്ലോ. പിന്നെന്താ, അതുകൊണ്ട് തന്നെ ഫുള്ള് പച്ചപ്പുമാണ് എപ്പോഴും. ജലാംശം കൂടുതലുള്ളതുകൊണ്ട് വലത്തെ സൈഡില് ഫുള്ള് പുഴയാണ്.
മുത്തുമണി റോഡൊക്കെ കിട്ടുക്കാച്ച് റോഡുകളാണല്ലേ നമ്മള് പോണത്. അതെ, മെക്കാടൻ ടാറിങ്. നല്ല റോഡാ. ആ, നല്ല റോഡ്. ഇച്ചുവിന് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ റോഡൊക്കെ. കുണ്ടും കുഴിയില്ല, വണ്ടിക്ക് ചാട്ടല്ലല്ലോ. നമ്മളിനി എപ്പോ എത്തുവാവല്ലേ അവിടെ? 10:53, 11 11, 12, 12:30 ആകും വരാം. 12:30 ആകുമായിരിക്കും അല്ലേ? ആ, വീട്ടിൽ നിന്ന് 2.5 മണിക്കൂറുണ്ട് ചെമ്പേരിക്ക്. ഇനി നമുക്ക് നേരെ ചെറുപുഴ കഴിയണം, തേർത്തല്ലി, ആലക്കോട്, കരുവഞ്ചാല്, നടുവില്, പിന്നെ ചെമ്പേരി. നടുവിലും കഴിഞ്ഞു പോണം അല്ലേ? അപ്പൊ നമുക്ക് കൊറേ സമയം ഓടിക്കും. കൊറേ ഉണ്ട്. അങ്ങനെ ഗൈസ് നമ്മള് മാങ്ങോട് പാലത്തിന്റെ അവിടെ എത്തി. ഇതാണ് മാങ്ങോട് പാലം. ഇനി നമ്മൾ നേരെ എത്താൻ പോകുന്നതാണ് ചിറ്റാരിക്കലോട്ട്. അല്പസമയത്തിനകം എത്തുന്നതാണ്. എനിക്ക് ആ സ്ഥലം കൂടി കാണും. വെള്ളച്ചാട്ടൊക്കെ ഉള്ള സ്ഥലല്ലേ? അതെവിടെയാ? ഇവിടത്തെ പോണ വഴിയുള്ളതോ? ആ, അറക്കലക്കാട് കഴിഞ്ഞിട്ട് പരക്കാട്. ആ കയറ്റം കയറി റബ്ബർ തോട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പലയിടം വെള്ളമായി കാണൂലേ? വെള്ളമായിട്ടുണ്ടാവും. വണ്ടിക്കാരെ കടന്ന് കഴുകണാണ് ഇറക്കി. റോട്ടിൽ കൂടെ ഇങ്ങനെ ഒഴുകുമ്പോ നല്ല രസാണ്. ഫുള്ള് കവുങ്ങാണല്ലേ അവിടെ? കവുങ്ങുന്തോട്ടൊക്കെ ഫുള്ള് കാടെല്ലാം കൊത്തില്ലോ എല്ലാരും. അടക്കാനായിട്ട് അല്ലെങ്കിൽ മരുന്നടിക്കേണ്ടി വരും ഇപ്പൊ. പിന്നെ വളറിലൊക്കെ ഉണ്ടാവും. വെള്ളരിക്കൊണ്ട് പോണ ബസ്. അങ്ങനെ ഏതായാലും കാലാവസ്ഥ നമുക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പോണ്. മഴ ഇന്ന് കുറച്ചൊരു ശമനമുണ്ട്. അത് ഈ യെല്ലോ അലർട്ട് വരുന്ന അന്നൊക്കെ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടാവും. ആ, ചില തവണ വെയില് കാണാം. അവധി വരുന്ന ദിവസം വെയില്. അപ്പോഴാണ് പിന്നെ കളക്ടർക്ക് തോന്നുന്ന അവധി കൊടുക്കണ്ടില്ലായിരുന്നു. വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത്. ഒന്നാമത് വളവും തിരിവാണ് ഇതിലെ. അതാണ് പ്രശ്നം. ആ പോണ വണ്ടി എവിടേക്കോ ഒരഞ്ഞുണ്ടല്ലോ. കളർ വണ്ടി വാങ്ങണം. ചുമപ്പോ അതിലേറെ ലുക്ക് കറുപ്പാ. ആ വണ്ടിയൊക്കെ കറുപ്പ് വാങ്ങിയാൽ ഒരു ഗുമ്മുണ്ടാവില്ല. റെഡ് വേണം. റെഡ് ആണെങ്കിൽ എടുത്ത് കാണിക്കുള്ളൂ. റെഡ് ചെറിയ വണ്ടിക്കൊക്കെ പറ്റുള്ളൂ കളറ്. വലിയ വണ്ടിക്ക് കറുപ്പ് അല്ലേ വെള്ള. ബ്ലൂ ഒന്നും വലിയ വണ്ടിക്ക് ചേരൂല. പോയാ അവിടുന്ന് വണ്ടി എടുക്കണ ഒരിക്കലും ബ്ലൂ എടുക്കൂല. ഇതൊരു കളർ കണ്ടതാണ് ബ്ലൂ. എന്താ എന്റെ വർത്താനം? ബ്ലൂ കളർ വണ്ടി ബ്ലാക്ക് ഓൺലി, അല്ലെങ്കിൽ വൈറ്റ്. ബിൽഡിങ്ങോ? ബിൽഡിങ്ങിനൊക്കെ വീടിനൊക്കെ പെയിന്റ് കൊടുക്കാനൊക്കെ പറഞ്ഞേ. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതെ, വണ്ടി ബ്ലൂ എടുക്കണം എന്ന് പറയരുത്, ഒരിക്കലും പറയരുത്. ഈ റോഡ് എന്ന് പറഞ്ഞാല് മഴക്കാലത്ത് വരാൻ നല്ല അടിപൊളി റോഡാണ് അല്ലേ? ഈ ഒരു ഏരിയ അല്ലേ? നല്ലൊരു ഏരിയ ആണത്. നല്ല കിടിലൻ, എന്താ പറയാ, നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ്. നല്ല വ്യൂ ഉണ്ട് കാണാൻ. നല്ല എന്താ പറയാ, കുറച്ചുകൂടി ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണം. അപ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി. നല്ല മഴയ്ക്ക് ഇങ്ങനെ വരണല്ലേ? ഇവിടെയാണ് കുറച്ച് അവിടെ എത്തിയിട്ടാണ് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ അല്ലേ, അരുവി പോലെ അതൊക്കെ ഉള്ളത്. അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് മലകളൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ, രസമാണ് അതിൽ വരുമ്പോ കാണാൻ. നല്ല വൈബ് ഉള്ള സ്ഥലങ്ങളാണ്. കൂടുതലും മഴ ഉള്ളപ്പോഴാണ് കേട്ടോ അതിന്റെ ആ ഒരു ഫീല് കിട്ടുള്ളൂ അല്ലേ? നല്ല രസമായിരിക്കും. മരം പൊട്ടി കിടക്കുന്നുണ്ടോ? റോഡിലോട്ട് വീഴാഞ്ഞ ഭാഗ്യം. റോഡിലോട്ട് വീണാല് ഗതാഗതം സ്തംഭിക്കും. കിച്ചോ, എങ്ങനെയുണ്ട് ഈ റോഡ്?
റബ്ബർ തോട്ടാണല്ലോ ഇവിടെയൊക്കെ ഫുള്ള്. പോയി ആ ചില വണ്ടിയൊക്കെ ആ എങ്ങനെയില്ല ഒരു എസ് പോലെ ഒരു ചിഹ്നല്ലേ, ആ ആ വണ്ടിയൊക്കെ ചിലതിനൊക്കെ ബ്ലൂ ആക്കണ്ടല്ലോ കളറ്. ഇത് ബ്ലൂ കളർ വിട്ടിട്ടില്ലേ? ബ്ലൂ എടുക്ക. ഇജ്ജ് വണ്ടി എടുക്കുമ്പോ ബ്ലൂ എടുത്തോ. ഓക്കെ, റബ്ബറാണ് ഇങ്ങോട്ട് നോക്കിയാൽ റബ്ബർ. ഇവിടെ ഇലയൊന്നും പോയിട്ടില്ലല്ലോ റബ്ബറിന്. ആ ഇനി ഇങ്ങനെ പ്ലാസ്റ്റിക് കിട്ടില്ല, താഴെ ഒന്നും പ്ലാസ്റ്റിക് കിട്ടില്ല ഒന്നുണ്ടല്ലേ? ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. താഴെ മേലെ ഒന്നും പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല. മേലെ പിന്നെ കുറച്ച് ഇവിടെ പ്ലാസ്റ്റിക് ചെറുത്. മഴ ഇങ്ങനെ അട്ടമഴ പെയ്യുമ്പം ഇല പോണ്ടല്ലോ അല്ലേ? ഉണ്ട്. അങ്ങനെ ഗായ്സ് നമ്മൾ പിന്നെ ഈ സ്ഥലത്തിന് എന്താണ് പേര് പറയണല്ലേ? ഈ സ്ഥലത്തിന് പേരറിയില്ല. ഇവിടെയാണ് സ്റ്റൈല്. അവിടെ ഈ സൈഡിലുള്ള ഈ കൊന്നെല്ലാം വെട്ടിയല്ലോ അല്ലേ? റോഡ് കാണാൻ വേണ്ടിട്ട്. റോഡ് കാണാൻ മറ്റേ എല്ലാം റോഡിലോട്ട് ചാഞ്ഞിരിക്കൂലേ? കുറച്ച് ഭാഗമേ വെട്ടിയിട്ടുള്ളൂ, ബാക്കി ഇനി വെട്ടാനായിരിക്കും. മുകളിലോട്ട് ഫുള്ള് റബ്ബർ തന്നെ അല്ലേ? അതാ കാട് ഈ കൊന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മുകളിലോട്ട് കാണായിരുന്നു. ആ ഇതൊക്കെ ഇനി സൈഡെല്ലാം ഫുള്ള് വൃത്തിയാക്കും. വൃത്തിയാക്കുമായിരിക്കും. വൃത്തിയാക്കിയാൽ ഇങ്ങനെ മേലത്തെ തോട്ടൊക്കെ കാണാം. വലിയ എസ്റ്റേറ്റ് അല്ലേ അത്? വലിയ എസ്റ്റേറ്റാ. താഴോട്ട് നമുക്ക് നല്ല വ്യൂ കിട്ടിയാണ്. പക്ഷെ ഇവിടെ ഈ കാട് വളർന്ന കാരണം അവിടെ മറഞ്ഞു പോയി അല്ലേ? കണ്ടാ ബൊലേറോ വരുന്നത് പിക്കപ്പിന്റെ പോലത്തെ ക്യാമ്പർ. നമ്മളെത്താനായല്ലോ അല്ലേ? എവിടെ? നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട്. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്താനാണോ? ആ എത്താനാവണ്. ഫുള്ള് റബ്ബർ. ഇവിടെ ഇന്ന് കുറച്ചു ദൂരം റബ്ബർ തന്നെയാണ്. എസ്റ്റേറ്റ് അല്ലേ? ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് കിട്ടില്ല. കാടെല്ലാം കൊത്തിണ്ട് ഫുള്ള്. ഇനി പ്ലാസ്റ്റിക് ഇടുമായിരിക്കും. ഇത് കർക്കിടകം കഴിഞ്ഞ കർക്കിടകം കഴിഞ്ഞ മാസം ചിങ്ങ. അപ്പൊ മഴ ഇതിടും. ഇതാണ് നമ്മള് പറഞ്ഞ വെള്ളച്ചാട്ടം. ഭയങ്കര വലുതല്ല, എന്നാലും ഇതില് പോകുമ്പോ നല്ല രസമാണ് കേട്ടോ. അങ്ങ് മേലെന്ന് വരുന്നതാണ്. അടിപൊളി വെള്ളച്ചാട്ടല്ലേ? അങ്ങ് മണ്ടേന്ന് വരുന്ന കൊറേ മേലെന്നാണല്ലോ വരുന്നത്. അതെ. ഏറ്റവും മുകളിൽ കൊറേ വണ്ടികൾ വരുന്നതാണ്. അവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വണ്ടി കഴുകലും പരിപാടിയൊക്കെ ആയിട്ട് ജഗ പോക പരിപാടികൾ. പോണ പോക്കിലുള്ളൊരു കിട്ടും വെള്ളച്ചാട്ടം. അതെ, നമുക്ക് പോലെന്നാ നമുക്ക് പോവാം. നമ്മൾ പോവുകയാണ് ഗൈസ്. വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? നമ്മൾ ഇറങ്ങണില്ല, ഇന്ന് നേരമില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ ടൈം പോവും അല്ലേ? അതുകൊണ്ട് നമ്മള് പോവാണ്. തിരിച്ചു വരുമ്പോ നമുക്ക് ഇജ്ജ് പറഞ്ഞ വെള്ളച്ചാട്ടത്തില് പറ്റുകയാണെങ്കിൽ നമുക്ക് പോവാം. എവിടെയാ? വേറെ സ്ഥലം ഉണ്ടോ? ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലം, അങ്ങോട്ട് പോവാം. ഓക്കെ. ചിറ്റാരിക്കല് പള്ളിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. ആ റോസ് കളറിൽ കാണുക കണ്ടോ? അങ്ങനെ നമ്മള് ചിറ്റാരിക്കൽ ടൗണിലോട്ടാണ് നമ്മൾ എത്താൻ പോണ. ഇനി പള്ളിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇനി നേരെ നമ്മള് ചിറ്റാരിക്കൽ ടൗണിലോട്ടാണ് എത്തണേ. ഇതാ ഫ്രണ്ടിൽ അങ്ങ കാണുന്നത്. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് 40 കിലോമീറ്ററോ വീട്ടിന്നോ? ചിറ്റാരിക്കലേക്ക്. കുറെ ആൾക്കാർക്ക് ഈ കാസർഗോഡ് ടൗണിൽ അല്ല, കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ആൾക്കാർക്കൊന്നും ഈ ചിറ്റാരിക്കൽ എവിടെയായിരിക്കും നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളിത് ഈ ചിറ്റാരിക്കൽ എവിടെ വയ്ക്കുമ്പോ നമ്മളെ കളിയാക്കണ പോലെ അല്ലേ? ചിറ്റാരിക്കലൊക്കെ അറിയില്ലേ? ചിറ്റാരിക്കൽ അറിയില്ല, ചെറുപുഴ അറിയില്ല. കളിയാക്കണാണോ? ഞാൻ പിന്നെ അവരോട് ചോദിക്കും കാഞ്ഞങ്ങാട് എവിടെയാണ് ചോദിക്കും. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം. അറിയും അറിയുമായിരിക്കും. കാഞ്ഞങ്ങാടിനൊക്കെ എന്തേരെ ബസ്സാണ് വെള്ളരിക്കൊണ്ട് ചിറ്റാരിക്കലും ചെറുപുഴയൊക്കെ വരുന്നത്. ചിറ്റാരിക്കൽ എവിടെയാന്ന് അറിയില്ല. വെറുതെ പറയോ? ആളെ ഇതാക്കണാണ്, കളിയാക്കല്ലേ? അപ്പൊ എനിക്ക് കാഞ്ഞങ്ങാടും അറിയില്ല, കാഞ്ഞങ്ങാട് അറിയില്ല, കാസർഗോഡ് എവിടെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ജന്തജാണെങ്കി എന്താ ചെയ്യാ? ഞാനും അങ്ങനെ തന്നെ അറിയുള്ളൂ.
ഞാൻ പിന്നെ കഴിഞ്ഞ ഒഴിവാക്കി പോകാനാണ്. നമ്മള് ചിറ്റാരിക്കൽ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോകുന്നില്ലേ, നമുക്ക് ഈ ചിറ്റാരിക്കൽ ഏരിയയിൽ ഇവിടുന്ന് 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്കൊരു പിന്നെ ഒരേക്കർ മൊത്തം 86 സെന്റ് സ്ഥലം, കാലി സ്ഥലമാണ്. പിന്നെ ഓണർ ചെറിയ വില ചോദിക്കണം കേട്ടോ, വെറും 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അന്ന് നടപ്പുവഴി മാത്രമേ ഉള്ളായിരുന്നു. ഇന്നിപ്പോ അവർ അതിനകത്തോട്ട് ഒരു വഴിയൊക്കെ മേടിച്ചിട്ടുണ്ട്, വഴിയൊക്കെ വെട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാലി സ്ഥലങ്ങളൊക്കെ ആരെങ്കിലൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒരേക്കർ 86 സെന്റ് സ്ഥലമുണ്ട്. കുറച്ച് ഹിൽ ഏരിയ ആണ്, അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കുന്നത്. പിന്നെ നിരപ്പുള്ള സ്ഥലമാണെന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടമാനം ആൾക്കാർ വിളിക്കലുണ്ട്. നിരപ്പുള്ള സ്ഥലമല്ല, ചെരിവുള്ള സ്ഥലമാണ്. മുന്നേ റബ്ബറായിരുന്നു, റബ്ബർ മാറ്റിയിട്ട് അവർ വെട്ടി ഒഴിവാക്കിയതാണ്. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് റബ്ബറോ തെങ്ങോ കവുങ്ങോ അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അടുത്ത് വീടുകളുണ്ട്. കറണ്ടിന്റെ കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ, അല്ല 1 കിലോമീറ്റർ അല്ല, നമ്മളെ പറമ്പിന്റെ അടുത്ത് തന്നെ അല്ലേ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. അപ്പൊ അവിടെ വരെ കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട്. പിന്നെ വെള്ളമൊക്കെ കിണർ കുത്തുക അല്ലെങ്കിൽ ബോർവെൽ അടിക്കുകയോ ചെയ്യേണ്ടി വരും. നിലവിൽ വെള്ളത്തിന്റെ സൗകര്യങ്ങളൊന്നുമില്ല. വീഡിയോ ശരിക്കും മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇതേപോലെ ചോദ്യങ്ങൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കരുത്. നമുക്കിത് എന്താ പറയാ, 10, 500, 1000 പേര് ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് എന്നും ഇതേമാതിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന റിസ്ക് ആണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇനി സ്ഥലം കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളി. പിന്നെ നിലവിൽ ഇപ്പം അതിനകത്തോട്ട് വഴിയായിട്ടുണ്ട്, വഴി വെട്ടി കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്ലോട്ട് ഏറ്റവും കുറഞ്ഞ വിലക്കുള്ള സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഏകദേശം 2-2.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആണ് പ്ലോട്ട് ഉള്ളത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി. സ്ഥലം കൊണ്ടേ കാണിക്കാനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് തരും. കുറച്ച് ഹിൽ ഏരിയ ആണ്, അത് നമ്മൾ പ്രത്യേകമായിട്ട് പറയും. ചെറിയ വില ഉള്ളൂ, അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ ചെരിവുള്ള സ്ഥലമാണ്, നിരപ്പല്ല. അപ്പൊ അങ്ങനെ കുറഞ്ഞ വിലക്ക് സ്ഥലങ്ങൾ കിട്ടുമ്പോൾ അത് എടുത്തിടാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വിളിക്കാം, സ്ഥലം വന്ന് കാണാം. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ സ്ഥലം കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്പർ 98 95 18 18 86 പ്ലസ് സ്വർഗ റിയൽ എസ്റ്റേറ്റിന്റെ നമ്പറുമായിട്ടൊന്ന് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടാൽ മതി. അതെ, ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് വാങ്ങി കൊടുക്കുകയും ചെയ്യാം അല്ലേ? അതെ, ആയിക്കോട്ടെ. അങ്ങനെ കുറഞ്ഞ വിലന്റെ സ്ഥലങ്ങളുള്ളത് നമ്മളെ ചിറ്റാരിക്കലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ ഇവിടെ ഉണ്ട് അല്ലേ, കാസർഗോഡ് ഉണ്ട്, പിന്നെ വെള്ളരിക്കുണ്ട് ഏരിയയിലൊക്കെ ഉണ്ട്. കുറഞ്ഞ വിലക്ക് കുറെ സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എടുക്കണൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക. കൂടുതൽ നമ്മൾ ഇത് ഇടാത്ത എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരോട് മൊത്തം പറയേണ്ടി വരും. അതുകൊണ്ട് ഭയങ്കര തലവേദനയാണ്. കാരണം വെച്ചാൽ ഓരോരുത്തരും വെറുതെ ഇരുന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അത് എവിടെയാ സ്ഥലം എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട്. വീഡിയോ പകുതിയും എന്താ പറയുക കാണാതെ നമ്പർ കാണുമ്പോൾ എടുത്തോണ്ട് വിളിക്കും. അപ്പം നമ്മൾ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ഒഴിവാക്കി കട്ടാക്കി വിടലാണ്. കാരണം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അതിലെല്ലാം ഒരുവിധം എല്ലാ ഡീറ്റെയിലും നമ്മൾ പറയലുണ്ട്. അത് കണ്ടിട്ട് വിളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സംസാരിക്കാനും എളുപ്പമാണ്. പിന്നെ സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ വന്നുകൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി. മറ്റേത് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഓരോരുത്തർ വിളിക്കുമ്പോഴും ആരോട് ഇങ്ങനെ കഥ പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങളത് വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. പിന്നെ കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങൾ പറയുമ്പോ തന്നെ ലെവലായി കിടക്കുന്ന സ്ഥലം ആവൂല, മെക്കാട് ടാറിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ആവൂല, കുറച്ച് ഉള്ളേരി ആയിരിക്കും, ചെരിവുള്ള സ്ഥലമായിരിക്കും. ചിലതിന് റോഡ് സൗകര്യം ഉണ്ടാവും, ചിലതിന് റോഡ് സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറെ പോരായ്മകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വില. ചിലയില് വരുമാനം ഉണ്ടാവും, ചിലയില് വരുമാനം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് മാലോത്തൊരു പ്ലോട്ട് കിടക്കുന്നുണ്ട്, ഒരു 2 ഏക്കർ സ്ഥലം. അതിന് അവര് ചോദിക്കുന്നത് 10 ലക്ഷം രൂപ ചോദിക്കുന്നത്. റോഡുണ്ട്, പിന്നെ എന്താ പറയാ കുറച്ച് ഉള്ളേരിയാണ്, ഫോറസ്റ്റ് ബൗണ്ടറി ഉണ്ട്. അങ്ങനെ അത് 10 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആണ്. കുറെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിച്ചാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ മാക്സിമം വില കുറച്ച്. പിന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്യാറെങ്കിൽ നമ്മളെ കൂട്ടാതെ പോയി കച്ചവടാക്കും. അപ്പൊ അവർക്ക് വരുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാല് നമ്മളോടൊരു പാർട്ടി ഒരു വില പറഞ്ഞിട്ടുണ്ടാവും. ഇവരെന്ത് ചെയ്യും, നമുക്ക് കമ്മീഷൻ തരണ്ടല്ല വിചാരിച്ചിട്ട് നേരെ പോയി അവരോട്ട് മുട്ടും. അപ്പൊ അവര് പറഞ്ഞതിന് ചിലപ്പോ 1-2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും കുറച്ച് കൊടുക്കുക. നമ്മളോട് അത് മാക്സിമം നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ പോയിട്ട് അങ്ങനെ പോയി മേടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വെള്ളരിക്കുണ്ട് ഏരിയയിൽ ഒരു 4.5 ഏക്കർ സ്ഥലമല്ലേ 25 ലക്ഷത്തിന് കാലി സ്ഥലം. അപ്പൊ അതൊക്കെ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് വരിക. 98 95 18 വരിക. അത്ര നമുക്ക് പിന്നെ ഇതിന് എന്താ പറയാ കുറെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഭയങ്കര റിസ്ക് ആണ്. കാരണം വെച്ചാല് ഒരു ദിവസം ഇതിനായിട്ട് നിങ്ങൾ സമയം മാറ്റി വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ വിലയുടെ സ്ഥലങ്ങൾ മൊത്തം നിങ്ങൾക്ക് കാണാം, കാണിച്ചു തരാനുള്ള എല്ലാ ഇതും ചെയ്തു കൊടുക്കും.
നമ്മളെന്താ വെച്ചാ കച്ചവടത്തിന് മാത്രമായിട്ട് നടക്കണല്ല, നമ്മൾ ഈ പിന്നെ വീഡിയോകൾ ചെയ്യാനും പല വഴിക്കും നടക്കണം. പല സ്ഥലത്ത് പോകാണ്ടാവും, ആൾക്കാർ വരുമ്പോ അവരെ കൊണ്ടേ കാണിക്കേണ്ടി വരും. പിന്നെ ഒരു ദിവസം തന്നെ നമുക്ക് കണ്ടമാനം വീഡിയോ മറ്റേ കോളുകൾ വരും. ഇതൊക്കെ നമ്മള് വീഡിയോ എടുക്കാനുള്ളവര് വിളിക്കുന്നുണ്ടാവും, സ്ഥലം കാണാൻ വരുന്നവര് വിളിക്കുന്നുണ്ടാവും, അങ്ങനെ കൊറേ കോളുകൾ വരും. ഇതെല്ലാം പാടെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ വയ്ക്കൂല, മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ കൊണ്ടുപോകാൻ കഴിയാത്തല്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളിത് ഇങ്ങനെ ഈ ഒരു ഇതിലിങ്ങനെ പോകുന്നു അല്ലേ. പിന്നെ വിളിക്കുന്ന കോളുകളൊക്കെ നമ്മൾ എല്ലാം കഴിയണം തിരിച്ചു വിളിക്കലുണ്ട് കേട്ടോ. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ അത് കിട്ടുന്നവരെ വിളിക്കും. എന്താ പറയാ, നിങ്ങളെ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ, നിങ്ങൾ എന്താ എടുക്കാത്തത് വെച്ചാണ്ട് ഇങ്ങോട്ട് ചൂടാവും വിളിച്ചാണ്ട്. ഇങ്ങനെ ഈ പോണ ഡ്രൈവിങ്ങിലൊന്നും നമ്മളധികം കോൾ എടുക്കൂല, നമ്മളെടുക്കും. എല്ലാരും തിരിച്ചു വിളിക്കലുണ്ട്. ഒരു വട്ടോ 1-2 വട്ടമൊക്കെ ഒരു മിസ് അടിച്ചിട്ടാ മതി, തിരിച്ചു വിളിക്കും അല്ലേ. അതെ, ഇനിയിപ്പോ അന്ന് വിളിച്ചില്ലേലും പിറ്റേന്നാണെങ്കിലും നമ്മള് വിളിക്കും. നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങള്, നമ്മളെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വിളിക്കുമ്പോ നിങ്ങൾക്ക് അറിയില്ല, ഇതാണ് കൂടുതൽ പറയാ, അറിയില്ല. അപ്പൊ എന്തൊക്കെയായാലും ആവശ്യമുള്ളവരൊക്കെ സ്ഥലം എടുക്കാൻ താല്പര്യമുള്ളവർ വിളിച്ചോളി. പറഞ്ഞിപ്പോ നമ്മള് ചെറുപുഴ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളെ ചെറുപുഴ ടൗൺ അറിയണേ. ഇവിടെയാണ് ആ മരം മുറിച്ച് ഇറക്കി, ആ വലിയൊരു മരം ഉണ്ടായിരുന്നത്, അത് മുറിച്ചുല്ലേ? അത് മുറിച്ചു. എത്രങ്ങാനും വീതിയുള്ള റോഡാണല്ലത്. ചെറുപുഴ ടൗൺ പറഞ്ഞാൽ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയണാണ്, വലിയ ടൗണൊക്കെയാണ് അല്ലേ. പിന്നെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നമ്മൾ നേരെ പറഞ്ഞ് ഇടത്തോട്ട് തിരിയാട്ടോ. നേരെ പോയാൽ പയ്യന്നൂരിനാണ് എത്തുക. പയ്യന്നൂരിന് വരുന്ന ബസ് KSRTC പോകണ്ടല്ലോ. പയ്യന്നൂരിന് പോണല്ലോ ഇപ്പൊ കണ്ടേ. നോക്കിയില്ല. പിന്നില്ലേ പാപ്പോയ്, നമ്മൾ ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോ പിന്നെ തിരിച്ചയിലൊക്കെ നമ്മള് പോലെ തിരിച്ചയില് വേറെ വഴി പോരണോ? ചിലപ്പോ പറഞ്ഞ സ്ഥലത്തൂടെ പോകേണ്ടി വരും. വെള്ളച്ചാട്ടം കാണണം പറയണ്ട് പനി. നമുക്ക് എന്നാ മേലെ പോയാലോ, പാലക്കയം തട്ടോ, അവിടെ ഒരു സ്ഥലല്ലേ പാലക്കയം തട്ട്. നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് മെല്ലെ പാലക്കയം തട്ടന്നല്ലേ മേലെ പോണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടൊക്കെ കണ്ടുപോവാം. ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട്. ഇരുട്ടായിന് വെയിലൊന്നുമില്ലല്ലോ, അപ്പൊ ഇങ്ങനെ മൂടലായില്ലേ, ഇരുട്ട് പോലെ. വളവ് തന്നെ വണ്ടി നിർത്തിയിരുന്നേ. ഇപ്പൊ വെയിലൊന്നും ഉണ്ടാവില്ല, അസുഖം പിടിക്കും നമുക്ക്. നമ്മളടുത്താണ് തെറ്റ്, നമ്മള് ഓണടിക്കാൻ പാടില്ല. അല്ല ഇത് പറയ്, എങ്ങോട്ടപ്പ നമുക്ക് പോകണ്ടേ? തിരിച്ചു വരുമ്പോ വെള്ളച്ചാട്ടൊക്കെ കാണാനും പാലക്കയം തട്ടൊക്കെ പോണോ, അതോ വെള്ളച്ചാട്ടം കാണണോ പാലക്കയം തട്ട് പോണോ? വെള്ളത്തിൽ ഇറങ്ങാനല്ലേ വരുമ്പോ തളിപ്പറമ്പ് വഴി അതിലെ ഹൈവേ കൂടെ പോന്നല്ല കൊറേ പോരേണ്ടി വരും. അതിലെ പോന്നിട്ട് എന്താ കാര്യം? എന്ത് കാര്യം എന്നാ ഞാൻ ചോദിക്കുന്നത്, എന്ത് കാര്യം? ചെരുപ്പ് പട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ടല്ലേ? അത് എടുത്തു വെച്ചൂടെ? എടുത്തേക്കാണ് അത്. അന്ന് കടയിൽ പോയി വന്നു കഴിഞ്ഞാൽ അത് സാറില്ല. നല്ലൊരു ചെരുപ്പ് പട്ടി കൊണ്ടുപോയി, പട്ടി ഒരെണ്ണിട്ട് കിടക്കഞ്ഞി, ഒരെണ്ണം വേറെ ഒരെണ്ണം ഇട്ടാതി അല്ലേ? ഒരെണ്ണായിട്ട് കിട്ടുമല്ലോ അതിന്റെ സ്പെയർ. കിട്ടുവോ? ഒരെണ്ണം കിട്ടുവോ? ഇതെന്താ ഇങ്ങനെ കൈയൊക്കെ ഉള്ളിലോട്ട് ഇട്ടൂലേ? തണുക്കണണ്ടേ, നല്ല തണുപ്പാണ്. മഴേന്റെ തണുപ്പ് ഫസ്റ്റിൽ തന്നെ. അതിന് മഴയല്ലേ പുറത്ത്, അപ്പൊ ഇതിന്റെ അകത്ത് AC പെരും തണുപ്പായിരിക്കും. ഇന്ന് കിച്ചുവാണ് വീഡിയോ എടുക്കണത്. കിച്ചുവാണ് ഇന്ന് റിയൽ എസ്റ്റേറ്റ് വ്ളോഗ് ചെയ്യുന്നത് അല്ലേ കിച്ചുമനെ? എന്തൊക്കെയാ നീ പറയാ? എന്ത് പറയും? ഹായ് നമസ്കാരം, ഞാൻ അമിത് ചിത്രംപള്ളി അല്ലേ. എല്ലാവർക്കും ഇന്നത്തെ പുത്തൻ പുതിയൊരു വ്ളോഗിലേക്ക് പിന്നെന്താ പറയാ,
പിന്നെന്താ പറയാ അപ്പൊ നമ്മളുള്ളത് ഇജെന്താ പറയല്ലേ ചുജൊന്ന് പറഞ്ഞ. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞങ്ങൾ നിൽക്കണത് ചെമ്പേരിയിലാണ്. ഇപ്പൊ ഇവിടെ വീടും പ്ലോട്ടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എനക്കല്ലേ അറിയണേ. പറയൂ പറയൂ. ഇത് പറ, ഈ കിച്ചു പറയും. നിങ്ങളിത് ഇന്നെ പറയിപ്പിക്കാനായിട്ട് നിക്കാണ്. അതൊന്ന് പറഞ്ഞു പഠിച്ചൂടെ നിങ്ങൾക്കിത്? ഹായ് നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളില്ലത് ചെമ്പേരിയിലാണ്. ഇവിടെ പുതിയൊരു വീടും പ്ലോട്ടും കൊടുക്കാനുണ്ട്. അപ്പൊ ആ വീട് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കിച്ചു സെറ്റ് ആയിട്ടോ. അത് ലച്ചോ കിച്ചു വളരെ 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 മോശമാണ് ആള്. ഇനി ലച്ചു ഒരു 10 സെന്റ് സ്ഥലം ഒന്ന് വിറ്റാ കാണട്ടെ. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നൊരു 10 സെന്റ് സ്ഥലം ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. സ്ഥലം വരുന്നത് പനംകുറ്റി. പനംകുറ്റിയിലോട്ടാണ് പോണത്. റോഡ് നമ്മുടെ പനംകുറ്റി അമ്പലത്തിന്റെ അവിടേക്ക് എത്തി. അപ്പൊ പറയേ, ഈ പ്ലോട്ട് വരുന്ന പനംകുറ്റിയിലാണ്. അപ്പൊ ഈ സ്ഥലവും വീടും വേണ്ടവർക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം പറഞ്ഞ് ഞാൻ ഇതാക്കും. ഇത്രേ ഉള്ളൂ. കിച്ചു അതന്നെ വിറ്റ് ആ പനംകുറ്റിയുള്ള 10 സെന്റ് സ്ഥലം വീടും വെക്ക്. 10 സെന്റ്. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇന്നൊരു വീടും 10 സെന്റ് സ്ഥലവും വിൽക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ഥലം എവിടെയാന്ന് പറഞ്ഞോ. സ്ഥലം പനംകുറ്റി. ഏത് ജില്ല? കണ്ണൂരാടാ. കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. ശരിക്കും അങ്ങോട്ട് ആലോചിച്ച് പറ. ഇനി മതി. തേർത്തല്ലിത്തെ ഒരു 1/2 ഏക്കറുണ്ട് വീട്ടിക്ക് ഇവിടത്തെ. അതൊക്കെ അവിടെ നോട്ടെ. അങ്ങനെ നമ്മള് തേർത്തല്ലിക്ക് എത്തിയിട്ടോ. തേർത്തല്ലി ടൗണിലോട്ടാണ് എത്തുന്നത്. അപ്പൊ തേർത്തല്ലിയിലായിക്കോട്ടെ ഇനി ഒരു 10 സെന്റ് കിട്ടുന്നു കൊടുക്കാന്. 10 സെന്റ്. നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാന് വന്നിരിക്കുന്ന ഒരു 10 സെന്റ് സ്ഥലമായിട്ടില്ലാണ് ഞാന് വന്നിരിക്കുന്നത്. സ്ഥലം എവിടെയാന്ന് പറയും. സ്ഥലം തേർത്തല്ലി. അപ്പൊ ആർക്കാണ് ഈ വീട് കണ്ട അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീട് സ്ഥലവും പ്രോപ്പർട്ടികളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ നമ്പറുമായിട്ട് ഉടൻ ബന്ധപ്പെടുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അല്ല, നിങ്ങൾ വില പറഞ്ഞില്ലല്ലോ. വില തുച്ഛമായ സംഖ്യ. 10 ഉറുപ്പിക. 10 ഉറുപ്പിക അല്ലേ? ഒരു 10 ലക്ഷം ആക്കാം അല്ലേ? വീടും സ്ഥലവും പാടെ. ഞാൻ പറഞ്ഞു. ഒന്നുകൂടി പറ ലച്ചു. അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പഠിച്ചളേ. അടുത്ത വീഡിയോ മുതൽ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഭാവിയില് ചിലപ്പോ സ്വർഗ റിയൽ എസ്റ്റേറ്റ് നിങ്ങളാവും. ഞാൻ അങ്ങനല്ല, എന്റെ സമ്പത്ത് വീതം വെക്കുമ്പോ എന്റെ ചാനല് സ്വർഗ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാനല് ഞാൻ ഇവർക്ക് രണ്ടാക്കും വീതം വെച്ച് കൊടുക്കും. പിന്നെ മുതലാളിമാരെ ഓലേക്കും.
അത് കിട്ടുമായിരിക്കും. എന്റെ ചാനൽ എനക്കുള്ളതാണ് കിച്ചോ, സ്വർഗ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്ത് നോക്കണ്? പൈപ്പ് കൊണ്ടുപോവാ. പൊയിലെത്തി പൊയിൽ. സ്ഥലം. അപ്പൊ നമുക്ക് അങ്ങനെയല്ല പറയണത്. ഹായ് ചങ്കുകളെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളെ കണ്ണൂർ ജില്ലയിലെ പൊയിൽ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം അകലത്തിൽ ഒരു 10 സെന്റ് സ്ഥലം, അതിനകത്ത് മനോഹരമായുള്ള ഒരു അടിപൊളി ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കിന് പൊട്ടിച്ചോളി. നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളില്ലത് പൊയിലില്ല സ്ഥലത്തിലാണ്. അപ്പൊ ഇവിടെ ഒരു 20 ഏക്കറോ? മാലയല്ലടാ, മാലയല്ല. ഇതാണ് ഇപ്പൊ നമ്മളെ മൂലോത്ത് കുന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നമ്മളാ വീഡിയോ ഇട്ടത് സെയിലായി തോന്നുന്നു. ഇവിടെ നല്ല കവുങ്ങ് നല്ലോണം പിടിക്കണ്ടല്ലോ. കുരുമുളക് ബാക്കിയുണ്ടല്ലോ. കുരുമുളകുണ്ട്, കുരുമുളക് പുതിയത് വെച്ചതാ. രേറോം ടൗണിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ടൗണുകൾ കടക്കണല്ലേ, ടൗണുകൾ ഇങ്ങനെ കടന്ന് ഇങ്ങനെ പോവുകയാണ്. കണ്ണൂരിലേക്കാണ് ബസ് പോകുന്നത്. കണ്ണൂര് തളിപ്പറമ്പൊക്കെ പോണ ബസ്. തളിപ്പറമ്പ് കണ്ണൂര്. പെരുമഴയാണ്. തളിപ്പറമ്പ് പോകും ബസ്. തളിപ്പറമ്പും ഉണ്ട്. അത് തളിപ്പറമ്പ് പോകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഓടോ തളിപ്പറമ്പ് ഇട്ടോ? മൂലോത്തുകുന്ന് കവല കഴിഞ്ഞ് രയറോം എത്തി കഴിഞ്ഞു. ടൗണ് കഴിഞ്ഞു. രയറോം പള്ളിയാണ് ആ മേലെ കണ്ട്. ആ പള്ളി നല്ല രസമാണ്. നമ്മൾ ആ പള്ളി അങ്ങോട്ട് കയറി പോയിട്ട് നമ്മള് അങ്ങോട്ട് പോയില്ലല്ലേ. മഴക്കാലത്ത് അധികം സ്പീഡ് പോക്കും നടക്കൂലത്. തെന്നും വഴിക്ക് അങ്ങോട്ട് നിക്കും വണ്ടി. ബ്രേക്കണ് ചവിട്ടിയാല് ഒറ്റ പോക്കാ. ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കടകളൊക്കെ ഇനിയിപ്പോ മൊത്തത്തിൽ എല്ലായിടത്തും കടകളും ബിൽഡിങ്ങുകളും വീടുകളായിട്ട് മാറും. ഇത് നോക്കും, ഇവിടെ നല്ല രസമുള്ള ഒരു വീട് കണ്ടോ. ഫുള്ള് നല്ല ഭംഗിയുള്ള വീടാ. കിച്ചു, നമ്മളെ അരങ്ങത്തെത്തിയടാ. ഊഞ്ഞാലൊക്കെ മഴയത്ത് ഊഞ്ഞാലാടാൻ നല്ല രസം ഉണ്ടാവും. മഴത്തുള്ളി ഇങ്ങനെ മരത്തേന്ന് ഇങ്ങനെ ഒന്ന് നിർത്തിയിട്ട് നമുക്കൊന്ന് ഊഞ്ഞാലാടി പോവാം. ഇറങ്ങണോടാ. നല്ല രസം ഉണ്ടാവും മഴയും കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടാൻ. ആൾക്കാരുണ്ടോ അവിടെ? ആരുമില്ല. ഊഞ്ഞാല് മൊത്തം കാലിയാ, ആരുമില്ല. അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അരങ്ങം പോയി നോക്കാം. പോണം ഒരു ദിവസം. ആലക്കോട് എത്താനായി. അങ്ങനെ കുറച്ചും കൂടി പോയാൽ മതി. ആലക്കോട്, കരുവഞ്ചാല്, പിന്നെ നടുവില് വാഴട്ടുപറമ്പ്, നടുവില് ചെമ്പേരി. ചേട്ടായി പെരും മഴയാണല്ലോ. ചേട്ടായിക്ക് ഈ ഒരു അവസരത്തിൽ പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോ ഉള്ളതോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സംഭവങ്ങള്? പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. വണ്ടി എടുത്ത ടൈമിലൊക്കെ ചേട്ടായി ഇങ്ങനെ മഴയത്തൊക്കെ പോകുമ്പോ പേടിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? വണ്ടി എടുത്ത സമയത്ത് എന്തിനാ പേടി? ഞങ്ങൾ പണ്ട് ഊട്ടി പോയി തിരിച്ചു വന്നപ്പോ ഉണ്ടായിരുന്നു. ഊട്ടിയില് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. കഥയൊന്നുമില്ല. അല്ല അങ്ങനല്ലേ ടായേ. ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മള് വണ്ടി എടുത്ത ഉടനെ നമ്മള് പോകുമല്ലോ. അപ്പൊ ഈ പെരുമഴയൊക്കെ പെയ്യുമ്പോ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. ഒരു ടെൻഷനും ഇല്ല. പെരുമഴയൊക്കെ വരുമ്പോ ഞാൻ വൈപ്പറിന്റെ സ്പീഡ് ഏട്ടാ അങ്ങനെ പോവൂലേ? ഒരു പാട്ടൊക്കെ പാടി. അന്ന് വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ടാ പോവാതെ ചങ്ങായിമാരൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ചങ്ങായിമാരൊക്കെ ആയിട്ട് കുറവല്ലേ. നമുക്ക് ആദ്യം കുറച്ച് ഫ്രണ്ട്സ് അല്ലേ ഉള്ളൂ. നമ്മള് അവരായിട്ട് പോലുണ്ട്.
നമ്മളെ രതീഷേട്ടൻ ഉണ്ടാവും, കുഞ്ഞിപ്പ ഉണ്ടാവും, അതിനൊക്കെ പോവൂലേ? കുഞ്ഞിപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ കൊറേ ടൂർ പോയതാണ്. ഞാനും കുഞ്ഞിപ്പയും കൊറേ പോയിട്ടുണ്ട്. ഓന് സിനിമാ ഫീൽഡാണ്. സിനിമക്കെ പോളൂല്ലേ? സിനിമയുടെ ചിന്തയാണ് അവന്. ഓരോ സിനിമയിലെ ഓരോ ഡയലോഗ് പറയും. മറൈൻ ഡ്രൈവിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ സിനിമയിലെ ഏതെങ്കിലും ഡയലോഗുകളൊക്കെ വരുമല്ലോ. അപ്പം പറയും മറൈൻ ഡ്രൈവ് ഞാൻ കണ്ടിട്ടില്ല, പോവല്ലേ. പിന്നെ അങ്ങനോട് പോവും. പിന്നെ പറയും വേറെ ഏതെങ്കിലും ഡയലോഗ് പറയും. അത് ചിലപ്പോ മൈസൂരൊക്കെ ആയിരിക്കും. നേരെ മൈസൂര് അങ്ങനെയാണ് പോവൂലേ? അങ്ങനെ പോവും. പണ്ട് തൊട്ടേ കറക്കന്നെ. വീട്ടിലിരിക്കൂല. ശനി ഞായർ ദിവസങ്ങളിൽ മൊത്തം ഞങ്ങൾ കറക്കമായിരിക്കും. അല്ലാത്തപ്പോ ഫുള്ള് പണിക്ക് പോവും. പണിക്ക് പോക്ക് പറഞ്ഞാല് പണിക്കൊന്നും അങ്ങനെ പോവൂല. പണിക്ക് പോവും. പണി ഡെയിലി ടാപ്പിംഗ് അല്ലേ. ഒറ്റ ദിവസം പോലും ലീവ് ഉണ്ടാവില്ല. ഞായറാഴ്ച ലീവ് ആക്കൂലേ? ചില ദിവസം അങ്ങനെയല്ലേ. നമ്മള് പോക്ക് പറഞ്ഞാൽ രാവിലെ പോയി വൈകുന്നേരം വരുന്ന പോക്കാണ്. അതായത് നമ്മള് ടാപ്പിങ്ങിന് പോകും. ചിലപ്പോ നേരത്തെ ടാപ്പിങ്ങിന് പോകും. ഉച്ചയ്ക്ക് ശേഷമുള്ള പോക്കാവും. പണി കഴിഞ്ഞ് വന്നിട്ടുള്ള ടാപ്പിംഗ് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് പണി. അതായത് രാവിലെ തീർക്കണമെങ്കിൽ രാവിലെ തീർക്കാം, ഉച്ചക്ക് തീർക്കണമെങ്കിൽ ഉച്ചക്ക് തീർക്കാം, വൈകുന്നേരം തീർക്കണമെങ്കിൽ വൈകുന്നേരം തീർക്കാം. ഇനിയിപ്പോ ഒരു ദിവസം ലീവ് ആക്കിയാലും വലിയ ചോറല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, രാവിലെ പോകും. 2 മണിക്ക് ടാപ്പിങ്ങിന് പോയിട്ട് പിന്നെ 6-7 മണി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തുന്ന രീതിയിൽ. അന്ന് പിന്നെ കുറച്ച് മരങ്ങളൊക്കെ അല്ലേ വെട്ടുക, ചിലത് പാൽ കൊടുക്കായിരിക്കും. അപ്പൊ അങ്ങനെ എന്താ പറയാ പെട്ടെന്ന് വരും. എന്നിട്ട് ഞങ്ങള് കമ്പനി അടിച്ച് പോകും ബൈക്കിന്. പോയി 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 ചിലപ്പോ മൈസൂരെത്തും, ചിലപ്പോ ഊട്ടിയിലോട്ടായിരിക്കും. ഊട്ടി സ്ഥിരം ട്രിപ്പ് ഊട്ടിയാണ് ഞങ്ങളുടെ സ്ഥിരം. അത് മടുക്കൂല. അതില് ഉള്ള പോക്ക് പറഞ്ഞാലൊരു പ്രത്യേക രസമാണ് ബൈക്കിന്. അത് ആഴ്ചക്ക് ഓരോരുത്തരുണ്ടാവും ചെയ്യും. ഇപ്പൊ ഈ ഒരാഴ്ച ഒരാളെ കൊണ്ടുപോയി നോട്ടിക്കോ, ഓൻ ചെന്നുണ്ട് അടുത്ത ആളോട് പറയും കഥ. ഊട്ടി പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി അറിയും. പിന്നെ അടുത്ത ആഴ്ച ഓനെയും കൂട്ടിട്ട് പോണം കഥ കേട്ടോനെ. അങ്ങനെ 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 പോകും. പിന്നെ പോകുമ്പോ പറയും ഞാനും പോയിട്ടുണ്ട് അറിയില്ലേ. അങ്ങനെ പറച്ചിലല്ല പോവുക. നമുക്ക് അടുത്ത ആഴ്ച പോവുക അറിയും. ഞായറാഴ്ച പോവും. അങ്ങനെ 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 പോയി 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 ഊട്ടിയിൽ ഞാൻ കൊറേ വട്ടം പോയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ ഊട്ടി പോവുക പറയുമ്പോ നമുക്ക് മടുപ്പാണ്. നിങ്ങൾ കൊറേ വട്ടം കണ്ടു. നമ്മള് കൊറേ വട്ടം. ഇജ്ജ് കണ്ടിട്ടില്ല? ഞാൻ ഉണ്ടല്ലോ, കൊറേ വട്ടം കണ്ടിട്ടുണ്ട്. നമ്മളെന്നെ എത്ര വട്ടം? ഞായറാഴ്ച എന്നല്ലേ പണി ഊട്ടി വീട്ടിലായിരുന്നപ്പോ. നമ്മക്ക് അവിടുന്ന് കുറച്ച് ദൂരല്ലേ ഉള്ളൂ, 2-3 മണിക്കൂർ എടുത്ത യാത്രയുള്ളൂ. ഇവിടെ എത്തുമ്പോഴല്ലേ ഊട്ടിക്കൊരു ഗുമ്മില്ലാത്ത. ഇപ്പൊ പിന്നെ ഫുള്ള് യാത്ര ആയോണ്ട് പിന്നെ എവിടെയും പോകാൻ തോന്നൂല. എന്നും പോക്കന്നെ ആയോണ്ട് അല്ലേ. ഡെയിലി പോക്കല്ലേ. അടുത്തുള്ള ചുറ്റുവട്ടത്തൊന്നും പോകാൻ തോന്നൂല. സിനിമ കൊറേ ഇറങ്ങുന്നുണ്ട്. കുഞ്ചാക്കോന്റെ സിനിമയാണല്ലോ. ആലക്കോട് ഫിലിം സിറ്റിയിലെത്തി. ജിയോന്റെ പമ്പിന്റെ മറ്റു പമ്പുകളേക്കാൾ പെട്രോളിന് 3 രൂപ ലാഭിക്കൂ. ഇവിടെ കുറവാല്ലേ? 3 റുപ്യ കുറവാണെന്നൊക്കെ എഴുതി കാണിക്കുന്നു. നമുക്ക് തിരിച്ചു വരുമ്പോ പെട്രോൾ അവിടെ നിന്ന് അടിക്കാലോ, ഡീസല്. ആയിക്കോട്ടെ. അന്ത റോഡ് കൂടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആ റോഡ് എങ്ങോട്ടാണാവോ? അതിലിതുവരെ നമ്മള് പോയിട്ടില്ല. കരുവഞ്ചാല് ടൗൺ ആണ് പോയി കാണുന്നത് കേട്ടോ. ടൗണിലേക്ക് എത്തി, പാലം കടന്നു കഴിഞ്ഞ്. ഇതാണ് ടൗണേ. കരുവഞ്ചാൽ ടൗൺ. ടൗണിൽ തന്നെ ഇതാ കുരിശുപള്ളി എല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. ടാക്സി വാഹനങ്ങളെല്ലാം എന്താ റോഡ് സൈഡിനെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെന്താണ്, പിന്നെ മുന്നിലാക്കുന്ന ഒരു കാറ് പോകുന്നുണ്ട്. ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. തിരക്കാണ് ഇന്നിപ്പോ. പൊതുവെ എല്ലായിടത്തും ടൗണൊക്കെ തിരക്ക് തന്നെയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ നേരെ ഇടത്തോട്ട് തിരിയണം. നടുവിൽ ചെമ്പേരി റോഡിന് സ്കൂൾ ബസ്സാണ്ടേ. മേരിഗിരിന്റെ. എനിക്ക് വിശക്കുണ്ട്. റെസ്റ്റോറന്റ് കണ്ടപ്പോഴാണോ വിശന്നത്? വിശപ്പ് നേരത്തെ ഉണ്ട്. അതെന്താ അറിയോ, നല്ല ദോശ ചുട്ട് കൊണ്ടുവന്നിരുന്നു. അത് ഇവര് നേരത്തെ ഇരുന്ന് കഴിക്കണ്ടായിരുന്നു.
കിച്ചു ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. ചൂടോടെ തിന്നാനേ രസം ഉണ്ടാവുള്ളൂ. ഉഴുന്നുദോശ നെയ്യൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കൊണ്ടുവരണ്ട, അതിൻ്റെ നെയ്യിൻ്റെ മണം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ മഴ പിന്നെയും പെയ്യന്നാണല്ലോ, കുറയൂലേ? മഴ കുറയും വരും, പോകാ വരിക അല്ലേ? അങ്ങനെയാണ് മഴ. മരം പൊട്ടി വീഴാന്ന് മതി. അതൊക്കെയാ പേടി. എന്താ വായിക്ക? നടുവിലെത്തി നമ്മള്. നമുക്ക് കുറച്ച് ദൂരം കൂടെ പോയാൽ മതി. യാത്ര നടുവിൽ ടൗണിൽ കൂടി. അതെ. ഇവിടെ എന്താ കടകളൊക്കെ കുറെ അടച്ചിട്ടേക്കണ്? ഇവിടെ എന്നും കടകൾ അടവായിരിക്കുമല്ലോ. എപ്പോ വരാണേലും ഇങ്ങനെയാണല്ലോ ടൗണ്. ഇത് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് എത്തിയിട്ട് അവിടെ അല്ലേ വലിയ, അവിടെയാണോ? ഇതാണ് വലിയ ടൗൺ എന്ന് പറയുന്നത്. ഇവിടെ എന്നും കടകൾ. ഇവിടെ എപ്പോ വരാണെങ്കിലും കടകൾ അടച്ചിട്ടേക്കണാണ്. മഴ നല്ല മഴയാണ്ട്. അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് പെയ്തെത്തും. പെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. കാഴ്ച കണ്ടിരിക്കടാ. വലിയ വീടുണ്ടോ, രസമുള്ള വീട്. നല്ല നല്ല വീടുകളുണ്ടല്ലേ നമ്മളീ പോണ വഴിക്കല്ല. അങ്ങനെ ഓരോ വീടും ഓരോ വ്യത്യസ്തമായ മോഡലില് ഉണ്ടാക്കി കാണാം. ഡസ്റ്ററുണ്ട്. ഡസ്റ്റർ പേടിയാണ്. ഡസ്റ്റർ നിന്ന് കത്തും. നമുക്ക് ഇനി എത്ര ദൂരം പോണം? എപ്പോ എത്തും? 12 മണിയായി. ഇപ്പോ 12:30 ഞാൻ ഉദ്ദേശിച്ച സമയം, എത്തുന്ന് വിചാരിച്ച സമയം. നമ്മള് 11 മണിക്കാ പറഞ്ഞത്. അല്ല, 11 മണിക്ക് പറഞ്ഞു 12:30 ആകുമ്പോ എത്തുന്ന്. ആരോട് പറഞ്ഞു? ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇരുട്ടി 38. കുടിയാൻമലയാണ് സ്ഥലം. നമുക്ക് കുടിയാൻമലക്കാണോ എത്തണ്ടേ? അല്ല അല്ല, നമ്മളിപ്പോ നേരത്തെ പോണം പറഞ്ഞ സ്ഥലം എവിടെയാ? ചെമ്പേരി. വേറെ പേരിക്കറിയില്ല. പാലക്കയം തട്ട്. ഇതാണ് നടുവിൽ ടൗണ്. അത് ആദ്യത്തെ ടൗൺ ആണെന്നുണ്ട്. അത് ഓൾഡ് നടുവില്, ന്യൂ നടുവിലാന്നുണ്ട്. ആലക്കോടിക്കാണ് ബസ്. നേരെയുള്ള റോഡ് എങ്ങോട്ടാ? ഇല്ലല്ലോ. ഇല്ല, നേരെ പോയി. ഇതിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു. നമുക്ക് പോണ്ട റൂട്ട് ഇതാണ്. കിച്ചു, നമുക്ക് പോണ്ട റൂട്ട് ഇതാണ്. കിച്ചുകുട്ടാ മിണ്ടാത്ത എന്തൊക്കെയോ പരിപാടിയാണ്. എന്താണ് പണി? പൈതൽമല, പാലക്കയം തട്ട്, അതൊക്കെ ഏകദേശം അടുത്തടുത്താണ്. വേറെ വേറെ റൂട്ട്. ഇവിടെ ഒരാള് ഫുട്ബോളിന്റെ ചർച്ചയാണ് ഗൈസ്. കഴിഞ്ഞു. എന്റെ ക്ലാസ്സിലൊക്കെ ഡോക്ടറെ റോങ് സൈഡിലാണ് കയറി വരുന്നേ ഈ മഴയത്ത്. കാണൂല, ഇടിക്കും പെട്ടെന്ന്. കാട്ടുക മണി വ്യത്യാസത്തിലപ്പ രക്ഷപ്പെട്ട് ഡോക്ടർ രക്ഷപ്പെട്ടത്. ഡോക്ടർക്ക് തന്നെ പോതല്ല നേരെ പോണെന്നുള്ളത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു സർജറി നടക്കട്ടെ. ഡോക്ടറെ നമ്മള് സർജറി ചെയ്യേണ്ടി വന്നേനല്ലേ? മുന്നിലെ വണ്ടിയും ആ വണ്ടിയും കൂടി ഒരു സർജറി നടക്കായിരുന്നു ഇപ്പൊ. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. വരൂ, പറയൂ കിച്ചു. പോയില്ലേ? എല്ലാരും പോയില്ലേ? എല്ലാമേ പോയി. എന്നോട് ഞാൻ പറഞ്ഞാണ് എന്റെ ടീമിന്റെ ഒപ്പം പോയിരുന്നത്. നമ്മള് ഫസ്റ്റ് അതേ പോയണ്ടല്ലോ ഞങ്ങള് ഞങ്ങൾക്ക് പോയിട്ട് അവിടെ വേറെ പിന്നെ നമ്മളവിടെ ഞങ്ങളെ ടീമിനവിടെ പോയിട്ട് വേറെ കളിയുണ്ട്. നിങ്ങളെ ഈ ടീമിൽ ഇരുന്നിട്ട് കളിക്കാനുള്ളതല്ല ഞങ്ങൾക്ക് അവിടെ കടല വറക്കാനും അരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് ഞങ്ങളവിടെ. അപ്പൊ ഞങ്ങളത് പെട്ടെന്ന് കളി തീർത്താണ്ട് പോയതാണ്. നമ്മൾ പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ആക്കൂലേ? യെസ്.
അപ്പോൾ ചങ്കളെ നമ്മൾ എവിടെ എത്തിയാൽ നിങ്ങൾക്ക് നമ്മൾ ചെമ്പേരി ടൗണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ചെമ്പേരി ടൗണിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റ് പറഞ്ഞാൽ ചെമ്പേരി ടൗണിലോട്ടായിരുന്നു എത്തി. നമ്മള് ചെമ്പേരി ടൗണിൽ കുരിശുപള്ളിയാണ് ഈ സെൻട്രൽ തന്നെ ഉള്ളത്. സ്കൂളാക്കണം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂള്, ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ. നമുക്ക് ഇവിടുന്ന് പള്ളിയുടെ റോഡിനാണ് നമുക്ക് പോകേണ്ടത്. കുറെ 4-5 റോഡ് പോകുന്നുണ്ട് ഇവിടെ. അപ്പൊ ഏത് റോഡ് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ പള്ളിയുടെ റോഡ് ഇതാക്കണേ ഈ കാണുന്നതാണ്. ആ കാണുന്നത് ചെമ്പേരി പള്ളിയാണ് കാണുന്നത്. ഇനി നമുക്ക് അതിന്റെ ഓണർ ഉണ്ട്, അവരൊക്കെ ഒന്ന് വിളിക്കണം, സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ വേണമെന്നൊക്കെ വീട് സ്ഥലമൊക്കെ എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ നമ്മളെ ചാനലിൽ പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ഉള്ള വീഡിയോ നമ്മൾ ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളിട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.